ദളിത് വിഭാഗത്തോടുള്ള കോൺഗ്രസിന്റെ സ്നേഹം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പട്ടികജാതി സംവരണ സീറ്റായ വൈക്കത്ത് ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി എം കപ്പിക്കാടിനെ UDF സ്ഥാനാർത്ഥിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം വാക്കുമാറിയത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ദിനംപ്രതി കണക്കില്ലാതെ നുണ പറയുന്ന സതീശൻ സീറ്റ് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന ഒറ്റവരിയിൽ സണ്ണി എം കപ്പിക്കാടിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തു. ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാൻ ഒരാളുമല്ല. സതീശന്റെ ദളിത് വിരുദ്ധതയുടെ അരികു പിടിച്ച് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ അജയ് തറയിൽ സണ്ണി എം കപ്പിക്കാടിനെതിരെ കടുത്ത വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്തു. കപ്പിക്കാട് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചയാളാണെന്നും ജോലി കിട്ടുന്നതിനായാണ് ഹിന്ദു മതത്തിൽ ചേർന്നതെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അജയ് തറയിൽ പ്രചരിപ്പിച്ചത്. ഈ പോസ്റ്റ് വിവാദമായതോടെ പിന്നീട് ഡിലീറ്റ് ചെയ്തു. എന്നാൽ അജയ് തറയിലിന്റെ വിദ്വേഷ പ്രചാരണത്തെ തള്ളാനോ വിമർശിക്കാനോ KPCC നേതൃത്വം തയ്യാറായിട്ടില്ല. അജയ് തറയിലിന്റെ പോസ്റ്റിൽ സണ്ണി എം കപ്പിക്കാടിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര് പോലും തെറ്റിച്ചാണ് നൽകിയിരിക്കുന്നത്. വിദ്വേഷ പ്രചരണത്തിനായി എന്ത് പച്ചക്കള്ളവും പറയാമെന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാവ് തരം താഴ്ന്നിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് പോലും തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വ്യഗ്രതയിൽ എൻ്റെ അച്ഛൻ വരെ മാറിപ്പോയിരിക്കുന്നു, അമ്മ വരെ മാറിപ്പോയിരിക്കുന്നു. യഥാർത്ഥ അയാൾക്കെതിരെ വലിയൊരു നിയമ നടപടിക്കുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. സമാനമായ രീതിയിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള CK ജാനുവിനെയും കോൺഗ്രസ് ചതിച്ചു. നേരത്തെ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും പിന്നീട് വാക്കുമാറ്റുകയുമായിരുന്നു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ അവഗണിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം ശീലമാണ്. ഇത് കേവലം ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ മാത്രമുള്ള കോൺഗ്രസിന്റെ സമീപനമല്ല, മറിച്ച് ദളിത് വിരുദ്ധതയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തോടുള്ള മുഖം തിരിച്ചിലും കോൺഗ്രസിനുള്ളിൽ വർഷങ്ങളായി നടക്കുന്ന പ്രതിഭാസമാണ്. ദളിത് വിഭാഗത്തിൽ നിന്ന് വളർന്നു വരുന്ന നേതാക്കളെ വെട്ടിയൊതുക്കുന്നതിലും കോൺഗ്രസ് അഗ്രഗണ്യരാണ്. എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയ ബോധമൊന്നും കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അരുതല്ലോ.